എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർക്കറ്റ് പൊതുവേ ഒരു നല്ല മാർക്കറ്റ് എന്ന് തന്നെ പറയാം. വളരെ ശാന്തമായിരുന്നു. കുറച്ച് മൂവ്മെൻറ്റ് ഫാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഇന്ന് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്ത പ്രകാരം നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്കാൽപ്പിങ്ങിലൂടെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇന്ന് നല്ല പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ഇന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഇന്നലെ 24,590 ബ്രേക്ക് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാമെന്നാണ് പറഞ്ഞത്. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. നിഫ്റ്റി എടുക്കട്ടെ. 24,590 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ പോകാം. 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ 11:15 11:15 ഒരു മണിക്കൂർ കഴിയുമ്പോൾ 12:15 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷം റീട്രേസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു റീടെസ്റ്റ് നടത്തി. 24,590 വരെ റീടെസ്റ്റ് നടത്തി. അതിനും ലേശം അല്പം താഴെ വന്നു. 24,589 590 ആ ലെവലിൽ തന്നെ അല്പം താഴെ വന്ന് വീണ്ടും ഇവിടെ നിന്ന് 24,595 നിന്ന് മുകളിലേക്ക് പോയി. പക്ഷെ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തത് ഈ ക്യാൻഡിലാണെങ്കിലും, ഇവിടെ നോക്കൂ, ക്ലോസ് ചെയ്തത് ഈ ക്യാൻഡിലാണെങ്കിലും നമുക്ക് ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേസമയം 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾക്ക് അപ്പോൾ തന്നെ എടുത്ത് പോകാമായിരുന്നു. അത് നമുക്ക് പ്രോപ്പറായ ഒരു പ്രോഫിറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഇത് ഇവിടെ നിന്നും ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്ത് ഇവിടെ നിന്നും 20 പോയിൻ്റേ പോയിട്ടുള്ളൂ. 20 പോയിൻ്റ് പോയതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് ഒരു 22, അങ്ങനെ മൊത്തം 42 പോയിൻ്റോളം മേലെ പോയി. 42 പോയിൻ്റോളം മേലെ പോയതിന് ശേഷം താഴെ വന്ന് 24,589 വരെ വന്ന് വീണ്ടും അതിനെ ലൈനിനെ തന്നെ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ തന്നെ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ആകെ 25 പോയിൻ്റാണ്. അതുകൊണ്ട് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ 23,970 ഈ ലൈനാണ് പറഞ്ഞിരുന്നത്. 23,970 പറഞ്ഞിരുന്നത്. അത് ഏതായാലും വന്നിട്ടില്ല. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ സ്കാൽപ്പിങ്ങിലൂടെ തന്നെ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു സൈഡ് വേ മാർക്കറ്റ് എന്നൊക്കെ പറയാം. ഒരു 100 പോയിൻറ്റിന് മുകളിൽ മേലെ പോയിരുന്നെങ്കിലും നമുക്ക് ഒരു സൈഡ് വേ മാർക്കറ്റ് പോലെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ പറഞ്ഞത് 53,354 ബ്രേക്ക് ചെയ്താൽ പോകാമെന്നാണ്, മേലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. നമുക്കത് ബ്രേക്ക് ചെയ്തിട്ടില്ല. താഴേക്കാണെങ്കിൽ ഇവിടെ 51,150 ഈ ലെവലാണ് നമ്മൾ പറഞ്ഞത്. അതും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും കാര്യമായ ട്രേഡ് ഇന്ന് നടത്തിയിട്ടില്ല. നമ്മൾ ഗ്രൂപ്പിലാണെങ്കിലും കൂടുതൽ സിഗ്നൽ കൊടുത്തിട്ടില്ല. ബാങ്ക് എക്സും മിഡ് ക്യാപ് നിഫ്റ്റിയും ഇന്ന് എക്സ്പയർ ആയതുകൊണ്ട് അതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സെറ്റപ്പ്. നമുക്ക് സ്കാൽപ്പിങ്ങിലൂടെ മാത്രമേ പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ടെലഗ്രാമിൽ നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് ഒന്ന് അല്പം വാച്ച് ചെയ്യാം. ഇന്ന് വീഡിയോ ഒരുപാട് വേയിപ്പിക്കുന്നില്ല. ഇന്ന് അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ. തുടക്കത്തിൽ ബാങ്ക് നിഫ്റ്റി 158 200-നടുത്ത് പോയ അത് പ്രോഫിറ്റാണ്. പിന്നെ ബാങ്ക് എക്സ് പ്രോഫിറ്റാണ്. 25 എടുത്തു, 25 35 വരെ പോയിട്ടുണ്ട്. പിന്നെ മിഡ് ക്യാപ് നിഫ്റ്റി 18 മുതൽ 28 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ്. അടുത്തത് 28. ഫിൻ നിഫ്റ്റി 23,550 കാൾ ഓപ്ഷൻ 155 മുതൽ നമുക്കത് 180 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് എക്സ് 120 മുതൽ പെട്ടെന്നൊരു ജമ്പിങ് ആയിരുന്നു. 240 വരെ പോയി, 240 വരെ പോയി, ഡബിൾ പൈസ. പിന്നെ ബാങ്ക് നിഫ്റ്റി പുട്ട് സൈഡ് 310, അത് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ബാങ്ക് എക്സ് 60,200 95 എബോ നമുക്കതിലും പ്രോഫിറ്റാണ്. 95 105 വരെ 115 വരെ പോയി. അതിനുശേഷം 0 മിഡ് ക്യാപ്പ് അത് നമുക്ക് 2 പോയിൻ്റ് ലോസാണ്.
6.50 വരെ പോയിട്ടോ, 7 ടാർഗറ്റ്, 6.50 വരെ പോയിട്ടുണ്ട്. പിന്നെ 38-33 അത് സിഗ്നൽ 37 വരെ വന്നിട്ട് അത് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി മക്കളെ, 150 വരെ പോയി. നെഞ്ച് എന്താ പറയുക, ഒരു മിന്നായം പോലെ കണ്ടു പറഞ്ഞില്ലേ, അതാണ് ഉണ്ടായത്. ഇത് നോക്കിയേ, ഈ ഒരു പോക്കാ പോയത്, ഭയങ്കര സങ്കടമായി പോയി അതെന്തായാലും. ഓക്കെ, എന്നാലും ചിലരെടുത്തിട്ടുണ്ട് കേട്ടോ, കിട്ടിയ പ്രൈസിന് വേഗം എടുത്തവർ 800 ഒരു പ്രോഫിറ്റായിട്ടുണ്ട്. ലാസ്റ്റ് മിഡ് ക്യാപ് നിഫ്റ്റി 30 അതും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷനിൽ ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റാണ്. സ്റ്റോക്ക് ഓപ്ഷനിൽ നമുക്ക് OFFS ADSൽ ഇൻട്രാഡേ 229 മുതൽ 239 വരെ പോയി 10 പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലാൽപതി ലാബ് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടില്ല, എൻട്രി കിട്ടിയില്ല. SBI എൻട്രി കിട്ടിയില്ല. OFSS 106 മുതൽ 146 വരെ പോയി 40 പോയിൻറ്റ്, 140 വരെ എഴുതിയിട്ടുള്ളൂ. പിന്നെ HDFC ലൈഫ് 635, 17, 50, 18, 19.5, 20 വരെ പോയി, അത് ടാർഗറ്റാണ്, പ്രോഫിറ്റാണ്. ലൂപ്പിൻ പ്രോഫിറ്റാണ്, 52 വരെ 51 വരെ പോയി പ്രോഫിറ്റാണ്. പിന്നെ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കൊടുത്തത് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ 91 മുതൽ 108 വരെ പോയി. ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത്, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് 2 മിനിറ്റിനുള്ളിൽ 18 പോയിൻ്റ് നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് സെറ്റപ്പ് നടത്താം എന്നുള്ളത് നോക്കാം. നമുക്ക് 53,365 എന്നുള്ളത് അത് പ്രീവിയസ് ഹൈ ആയിട്ട് അവിടെ ഇരുന്നോട്ടെ, ആൾ ടൈം ഹൈ ആയിട്ട്. നമുക്ക് 52 ഈ ഒരു ലൈനിൽ ഒരു റെസിസ്റ്റൻസ് 52,750. നാളെ 1 അവർ ടൈം ഫ്രെയിമിൽ 52,750 ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? 52,060 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് ഇവിടെ. നമ്മൾ പലതവണ മാർക്ക് ചെയ്താണ്, പലതവണ പറഞ്ഞാൽ അത് ഇതുവരെ നമുക്ക് നല്ലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. അന്ന് ഫേക്ക് ബ്രേക്കൗട്ട് നടത്തിയിട്ട് പിന്നെ തിരിച്ച് മേലേക്ക് തന്നെ പോയതാണ്. ഇപ്പോഴും ആ ഒരു ലൈനിൽ തന്നെയാണ് കടന്ന് പിന്നെ ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? 52,060 താഴെ വരികയാണെങ്കിൽ പുട്ട് സൈഡ് നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് 24,630. ഓക്കെ, അത് തൊട്ടടുത്താണല്ലോ. ഇപ്പോൾ 24,588 നിൽക്കുന്നത്. താഴെ പ്രീവിയസ് ലോ മാർക്ക് ചെയ്യാൻ നമുക്ക് 24 ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,490 ബ്രേക്ക് ചെയ്യണമെങ്കിൽ താഴേക്ക് എടുത്തു വരാം. അതേപോലെ മുകളിലേക്കാണെങ്കിൽ 24,630 ബ്രേക്ക് ചെയ്ത് മേലെ പോകണമെങ്കിൽ മേലേക്കും എടുക്കാം. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. അതിനു മുമ്പ് ഇന്നലെ ഒരു 2 തന്നു. JSW സ്റ്റീൽ 938 ബൈ എൻട്രിയാണ്. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അച്ചീവ് ചെയ്തിട്ടില്ല, എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് ഏതായിരുന്നു? റിലയൻസ് ഞാനിന്ന് വാച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് രണ്ടും ഇന്ന് നമുക്ക് എൻട്രി ലഭിച്ചിട്ട് നാളെയും കൂടെ നിങ്ങൾക്ക് അത് വാച്ച് ലിസ്റ്റിൽ വാച്ച് ചെയ്യാം. നമുക്ക് നാളേക്ക് 2 ചോളമണ്ഡലം ഫിനാൻസാണ്. നോക്കൂ, ബൈ എൻട്രി ആണുള്ളത്. ഈ ഒരു ലൈന് 1427 ബ്രേക്ക് ചെയ്താൽ 1428 നമുക്കൊരു എൻട്രി എടുത്ത് പോകാം. 1418 സ്റ്റോപ്പ് ലോസ്, 1438, 1443 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ആർത്തി ഡ്രഗ്സ് ആണ്. ആർത്തി ഡ്രഗ്സ് ഈ ഒരു ലൈന് നമുക്ക് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് സെൽ എൻട്രിയാണ്. 2, 3, 4, 5, 6 പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട് താഴേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ഈ ഒരു സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. നാളെ ഈ ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. 530 എഴുതിക്കുള്ളൂ. 530 സെൽ എൻട്രി, 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് 535 സ്റ്റോപ്പ് ലോസ്. ഓക്കെ, റെഡ് കളറാക്കാം. 530 സെൽ എൻട്രി ആകുമ്പോൾ നമുക്കൊരു 5 പോയിൻ്റ് 525 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം.
സെക്കൻഡ് ടാർഗറ്റ് 523 വയ്ക്കാം. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് സ്വന്തമായി അനലൈസ് ചെയ്ത് പൂർണ്ണ ബോധത്തോടെ എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.